കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമത്തിൽ ബാഹുബലി സിനിമയും പഴശ്ശിരാജ സിനിമയും ഷൂട്ട് ചെയ്ത ഒരു ഫോറസ്റ്റ് ഉണ്ട്, കണ്ണവം ഫോറസ്റ്റ്. അതിൻ്റെ അരികിലാണ് എൻ്റെ നാട്. കണ്ണൂരിൽ നിന്ന് 40 കിലോമീറ്റർ ദൂരെയാണ്. ആ നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്രമുണ്ട് ഇപ്പോഴും. ഞാൻ ചെറിയ കുട്ടിയായിരിക്കും, LP സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ വിചാരം ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അവിടുത്തെ ഈശ്വരൻ എന്നായിരുന്നു. അതിലെന്നെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം അവിടുത്തെ പൂജാരിയുടെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നായിരുന്നു. അയാൾക്കാണ് വഴിപാട് കൊടുക്കുന്നത്, അയാളാണ് പ്രസാദം തരുന്നത്. അപ്പോൾ ഇതാണ് ഈശ്വരൻ എന്നാണ് എൻ്റെ ധാരണ. അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കും പല വിഡിത്തങ്ങളും വിശ്വസിക്കുമല്ലോ. ഒരു ദിവസം ഞാൻ അവിടെ ആകെ ഒരു പലചരക്ക് കടയേ ഉള്ളൂ, ഒരു ചെറിയ ഗ്രാമമാണ്. ആ പലചരക്ക് കട ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാളാണ് നടത്തുന്നത്. ആ കടയിൽ ഞാൻ എന്തോ ചെറിയ സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു ഓലക്കുടയും ചൂടിയിട്ട് മുണ്ടും മാടി കുത്തിയിട്ടതാ ഈശ്വരൻ നടന്നു വരുന്നു കടയിലേക്ക്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെ ഈശ്വരൻ മുണ്ടും മാടി കുത്തി നടക്കുമോ? നടന്നു വന്നിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് ഞാൻ അതിനേക്കാൾ അത്ഭുതപ്പെട്ടു. അദ്ദേഹം വന്ന് പറയാണ്, ഇസ്മയിലെ, ഭഗവാന് കത്തിക്കാൻ നാളെ എണ്ണയില്ല, വെളിച്ചെണ്ണ തീർന്നുപോയി. നിന്റെ ഇവിടുത്തെ കടം മുഴുവൻ അടുത്ത അഷ്ടമി ഉത്സവം വന്നാൽ ഞാൻ തീർത്തു തരാം, നീ കുറച്ചും കൂടി എണ്ണ കടം തരണം ഇസ്മായിലേ എന്ന് കൈലാസേശ്വരന് വേണ്ടിയിട്ട് വിളക്ക് കത്തിക്കാൻ ഒരു മുഹമ്മദീയനോട് കടം ചോദിക്കുന്ന ഈശ്വരനെയാണ് ഞാൻ കണ്ടിട്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ തത്വശാസ്ത്രത്തെയും എൻ്റെ ചിന്തകളെയും ഉദ്ദീപിപ്പിച്ച ആദ്യത്തെ അനുഭവമായിരുന്നു അത്. ഞാനതിനെക്കുറിച്ചൊരു കഥ എഴുതിയിട്ടുണ്ട്. ആ ഈശ്വരൻ നമ്പൂതിരി മരണപ്പെട്ടതിന് ശേഷം ഇസ്മായിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അകത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പാത്രം വാങ്ങി എണ്ണ മുക്കി കൊടുക്കുന്നു. ഈശ്വരോ രക്ഷതു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈശ്വരൻ നടന്നു പോകുന്നു. ഞാനിതിവിടെ പറയാൻ കാരണം, അന്ന് ഇതുപോലെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അന്തിത്തിരി കത്തിക്കുവാൻ വരുമാനമില്ലാത്തത്. മനുഷ്യൻ്റെ ഭാഷയിൽ പറഞ്ഞ BPL ലിസ്റ്റിൽപ്പെട്ട അമ്പലങ്ങൾ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അമ്പലങ്ങൾ. ഇന്ന് അങ്ങനെയല്ലല്ലോ. നമ്മുടെ ആധ്യാത്മികതയെ പറ്റി അതുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏതും ലാഭത്തിലാണ്. ഇഷ്ടംപോലെ സംഭാവനയും വഴിപാടും കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. ഘോഷയാത്രകളും ഉത്സവങ്ങളെല്ലാം ഗംഭീരമാണ്. ഒരു അമ്പല കമ്മിറ്റിയിലും ഒരു മഠത്തിൻ്റെ കമ്മിറ്റിയിലും കടമില്ല. അപ്പോൾ പ്രാർത്ഥനാധികാര്യങ്ങളെല്ലാം വളരുമ്പോൾ അതിനാനുപാതികമായി വളരേണ്ടത് എന്തായിരുന്നു? വളരേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? കോവിഡ് കാലഘട്ടത്തിൽ 2 വർഷം ലോക്ക്ഡൗണായി കിടന്നപ്പോൾ ഒരമ്പലവും തുറന്നില്ലല്ലോ, പൂജ നടന്നില്ലല്ലോ. ഗണപതി ഹോമം, കൊട്ട തേങ്ങ കുരുകടലക്കാഞ്ഞിട്ടുള്ള പഴം പഞ്ചസാര അഷ്ടീമൃഷ്ടമായി കൊടുത്തില്ലല്ലോ. അപ്പം ലോക്ക്ഡൗൺ പിൻവലിച്ച് വീണ്ടും ക്ഷേത്രങ്ങൾ തുറന്നപ്പോൾ, ശ്രീകോവിൽ തുറന്നപ്പോൾ ദൈവങ്ങളെല്ലാം മെലിഞ്ഞുണങ്ങിപ്പോയോ? ക്ഷീണിച്ചു പോയോ? ഇല്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണ്? ഇതിൻ്റെ എല്ലാം ലക്ഷ്യം, അതിൻ്റെ കേന്ദ്രബിന്ദു മനുഷ്യനാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നതിന് ശേഷം മാത്രമേ അമ്പലവും പള്ളിയും മഠങ്ങളും ഉണ്ടായിട്ടുള്ളൂ. എല്ലാ ദൈവങ്ങൾക്കും പേര് കൊടുത്തത് മനുഷ്യനാണ്, അല്ലേ? എല്ലാ ദൈവങ്ങളുടെ പേരും മനുഷ്യനുണ്ടാക്കിയ ഭാഷയിലാണല്ലോ. ഒരു 5,000-10,000 വർഷമേ ആയിട്ടുള്ളൂ ഭാഷകൾ പൂർണ്ണമായി ഉണ്ടായിട്ട്. അതിനു മുമ്പ് പ്രാർത്ഥനയും ബാങ്കുവിളിയും ഒന്നും ഉണ്ടായിരുന്നില്ല. ഭൂമിക്ക് ഭൂമി എന്ന് പേര് കൊടുത്തത്, ആകാശത്തിന് ആകാശം എന്ന് പേര് കൊടുത്തത് മനുഷ്യനാണ്. കാട്ടിലെ രാജാവ് ആരാ? സിംഹമാണ്. പക്ഷെ ആ വിവരം ഇന്നോളം ഒരു സിംഹവും അറിയില്ല. നമ്മൾ നിശ്ചയിച്ചതാ. സിംഹം അറിയില്ല താനാണ് കാട്ടിലെ രാജാവെന്ന്. അറിഞ്ഞെങ്കിൽ പിറ്റേ ദിവസം അതിന് കൊട്ടാരം വേണമെന്ന് പറയും, പരിചാരകന്മാർ വേണം, എസ്കോർട്ട് വേണമെന്ന് പറയും. അത് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു, അതിൻ്റെ ഭക്ഷണം അത് വേട്ടയാടി പിടിച്ചു തിന്നുന്നു. അതിനറിയില്ല താനാണ്. സിംഹത്തിന് പട്ടിയുടെ പേര് പട്ടിയാണെന്ന് പട്ടിക്കറിയില്ല. താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയും ലോകത്തില്ല. ഈ ലോകത്തിലെ സകലതിനെയും അറിയുന്നവൻ മനുഷ്യനാണ്. കാരണം അവൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചമുണ്ട്. അതാ മനുഷ്യൻ്റെ പ്രത്യേകത. ആ വെളിച്ചം വളർത്തുക എന്ന പ്രക്രിയയാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം. ഈ വെളിച്ചം ഉള്ളിൽ എന്തുന്നവനെ, ഉള്ളിൽ കൊടുക്കുന്നവനെ എന്ത് വിളിക്കും? പുറത്ത് വെളിച്ചം കൊടുക്കുന്നവനെ എന്ത് വിളിക്കും? പുറത്ത് വെളിച്ചം കൊടുക്കുന്നവനെ കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കും. അതാരാ? ഇലക്ട്രിസിറ്റി മന്ത്രി. ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ലൈന് ഓപ്പറേറ്റ് ചെയ്യുന്ന മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹമാണ് പുറത്ത് വെളിച്ചം തരുന്നവൻ. അകത്ത് വെളിച്ചം തരുന്നവനെ എന്ത് വിളിക്കും? വെളിച്ചത്തിന് മറ്റൊരു സംസ്കൃത പദം ദിവം എന്നാണ്. ദിവാകരൻ സൂര്യനാണ്.
അകത്ത് വെളിച്ചം കൊടുക്കുന്നവനാണ് ദൈവം. പിടികിട്ടിയോ? ഈ പ്രാർത്ഥനകളുടെ എല്ലാം ലക്ഷ്യം അകത്ത് വെളിച്ചമുണ്ടാവുക എന്നതാണ്. ഈ വെളിച്ചം ഏറ്റുവാങ്ങുന്ന ഇടമേതാ? അമ്പലമല്ല. ഈ വെളിച്ചം ഏറ്റുവാങ്ങുന്ന ഇടം, നമ്മൾ അമ്പലത്തിലല്ലല്ലോ ഉറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇടം നമ്മുടെ കുടുംബമാണ്. ആ കുടുംബം വെളിച്ചങ്ങളുടെ ഇടമായി മാറ്റിയെടുക്കാത്തിടത്തോളം കാലം അമ്പലങ്ങളും പ്രാർത്ഥനകളും കൺവെൻഷനുകളും ഉത്സവങ്ങളും എത്ര വളർന്നാലും അതിൻ്റെ നിന്നുണ്ടാകുന്ന പ്രക്രിയ, നല്ല വിദ്യാഭ്യാസമുണ്ട് കുട്ടികൾക്ക്, അത് ബുദ്ധി വളർത്തുന്നു. നല്ല ആരോഗ്യമുണ്ട് കുട്ടികൾക്ക്, നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഈ ബുദ്ധിയും ശരീരവും ചേർക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകത്തെ വളർത്തുന്ന സർവകലാശാലയാണ് കുടുംബം. ആ ഘടകം എന്താണെന്നറിയുമോ? മനസ്സ് എന്നാണ് അതിന് പറയുക. ആ മനസ്സ് വളർത്താൻ ബോധം പോരാ, പ്രബുദ്ധത വേണം. എന്താണ് ബോധവും പ്രബുദ്ധതയും തമ്മിൽ വ്യത്യാസം? ഗുരു പറഞ്ഞല്ലോ, വിദ്യ നേടിയാൽ പോരാ, പ്രബുദ്ധരാവണം. എന്താണ് വിദ്യയും പ്രബുദ്ധതയും തമ്മിലുള്ള വ്യത്യാസം? ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാൻ, ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും അറിയുന്ന ചോദ്യമേ ചോദിക്കൂ. പക്ഷെ ഒറ്റ വ്യവസ്ഥ, ചോദിച്ച ഉടനെ ഉത്തരം നിങ്ങൾ വിളിച്ച് പറയണം. അറിയാത്ത ഒരൊറ്റ ആൾ ഇവിടെ ഉണ്ടാവില്ല. എല്ലാവർക്കും, കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെ എല്ലാവർക്കും അറിയുന്ന ഒരു ഉത്തരമാണ്. പക്ഷെ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ, ഉറങ്ങിയിട്ടുണ്ടോ നോക്കാനാണ് ഞാൻ ചോദിച്ച ഉടനെ ഉത്തരം വിളിച്ച് പറയണം. റെഡിയല്ലേ? തേനുണ്ടാക്കുന്നത് ആരാണ്? തേനീച്ച. വിളിച്ചു പറഞ്ഞല്ലോ, ഉത്തരം തെറ്റാണ്. തേനുണ്ടാക്കുന്നത് പൂക്കളാണ്. പൂക്കൾക്കേ തേനുണ്ടാക്കാൻ കഴിയും. തേനീച്ച പൂക്കളിൽ നിന്ന് തേനെടുത്ത് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നു എന്നേ ഉള്ളൂ, അല്ലേ? പക്ഷെ ഈ പൂക്കളിലെല്ലാം ഉള്ള തേന് തേനീച്ച മുഴുവൻ കുടിക്കുന്നില്ലല്ലോ. ഒരുപാട് പൂക്കളിലെ തേന് ആരാലും കുടിക്കപ്പെടാതെ മണ്ണിലടിയുന്നു. 3 കോടി വർഷമായി ഈ ഭൂമിയിൽ പൂക്കൾ ഉണ്ടായിട്ട് ആ പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിഞ്ഞ് കോടിക്കണക്കിന് ലിറ്റർ തേൻ ഈ മണ്ണിലടിഞ്ഞിട്ടും എന്തേ മണ്ണിന് മധുരമില്ല? മണ്ണിനെന്താ മധുരമില്ലാത്തത്? ഉത്തരം വളരെ സിമ്പിളാണ്. തേനിന്, ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെയും തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. 2 ദിവസമേ തേൻ ആയുസുള്ളൂ, കെട്ടുപോകും. നമ്മളെ ഭക്ഷണം ഫ്രിഡ്ജില്ലായിരുന്നുവെങ്കിൽ 2 ദിവസം കൊണ്ട് പോകില്ലേ, അല്ലേ? ഓണവും വിഷുവും കഴിഞ്ഞാൽ 10 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ ബാക്കി വന്ന സാധനം. അപ്പം നിങ്ങളുടെ മനസ്സിൽ തേൻ അങ്ങനെ 2 ദിവസം കൊണ്ട് കെട്ടുപോകുന്നില്ലല്ലോ, എൻ്റെ വീട്ടിൽ വാങ്ങിയ തേൻ ഒരു 6 മാസമായല്ലോ എന്നിട്ട് കെട്ടുപോയിട്ടില്ലല്ലോ എന്നൊരു സംശയം മനസ്സിൽ ഉദിച്ചില്ലേ? യെസ്, അവിടെയാണ് വിഷയം. പൂവിൽ നിന്ന് തേനീച്ച തേന് ശേഖരിച്ചത് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ കെട്ടുപോകും. തേനീച്ച അത് കുടിച്ച് തൻ്റെ എൻസൈം ചേർത്ത് ദഹിച്ച തേനാണ് തേൻവലിയിൽ കൊണ്ടുപോയി വെക്കുന്നത്. മനസ്സിലായോ? ദഹിച്ച തേനാണ്. അതുകൊണ്ട് ആ കുട്ടികൾക്ക് തേനിൽ ചാലിച്ച് ഗുളിക കൊടുക്കുന്നത് കുട്ടികൾക്ക് അമ്മയുടെ മുലപ്പാലല്ലാതെ ദഹിപ്പിക്കാനുള്ള ശക്തി വയറിന് കുറവായിരിക്കും. എന്നാൽ തേനിൽ ചാലിച്ച പിന്നെ ദഹിപ്പിക്കേണ്ട, നേരിട്ട് ശരീരം ആഗിരണം ചെയ്യും. അതാ ഗുളിക തേനിൽ ചാലിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ദഹിച്ച തേന്. ആരാണ് ഇവിടെ തേനീച്ച എന്ന് മനസ്സിലായോ? നമ്മളാണ്. എന്താണ് പുഷ്പങ്ങളെന്ന് മനസ്സിലായോ? പുസ്തകമാണ്. എന്താണ് തേനെന്ന് മനസ്സിലായോ? അതിലെ ദർശനങ്ങളാണ്, അറിവുകളാണ്. ആ ദർശനവും അറിവും നമ്മൾ അപ്പടിയെടുത്ത് ഇവിടെ കൊണ്ടുപോയി വെച്ചെങ്കിൽ കാര്യമില്ല. അത് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ചാലിച്ചിട്ട് നമ്മുടെ സ്വന്തം അറിവാക്കുന്നൊരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയ ഉണ്ടാക്കുന്ന കഴിവ് നമ്മുടെ കുട്ടികൾക്ക്, അതായത് അറിവിനെ ദർശനമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് കുടുംബത്തിൽ നടക്കേണ്ടത്. ഗുരു ചെയ്ത മഹാത് പ്രവർത്തനം എന്താണെന്നറിയുമോ? നമ്മുടെ ഭാരതത്തിൽ ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തങ്ങളും പുരാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും എന്തേ നമ്മുടെ രാജ്യം പട്ടിണിയും അന്ധവിശ്വാസവും അനാചാരവും കൂടോത്രവും ഒഴിപ്പിക്കലും ഒക്കെ ആയിപ്പോയി. ലോകത്ത് വിദേശികൾ പറയുന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. അവർ പടിഞ്ഞാറെന്ന് പറയുമ്പോൾ കിഴക്ക് നമ്മളാ. അതിന്റെ കാരണം എന്താണെന്നറിയുമോ? കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്ദ, തക്ഷശില സർവകലാശാലകളുണ്ട് ഇവിടെ. ശാരദ എന്ന് പറഞ്ഞൊരു സർവകലാശാലയുണ്ട് ഇപ്പൊ കാശ്മീരിൽ, ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ അതിനെപ്പറ്റി കൽഹണൻ എഴുതിയ ഒരു പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അവിടെ നിന്ന് ഡോക്ടറേറ്റ് നേടിയിട്ട് കർണാടകത്തിൽ അതേ പേരിൽ മറ്റൊരു സർവകലാശാല ഉണ്ടാക്കിയ ഒരാള്. ആ കർണാടകത്തിലെ സർവകലാശാലയുടെ പേര് ശാരദാപീഠം എന്നാണ്.
അവിടുന്ന് ഡോക്ടറേറ്റ് നേടിയ ആളാണ് കാലടിയിലെ ജഗദ്ഗുരു ആദിശങ്കരൻ. മനസ്സിലായോ? അന്നൊന്നും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യമുള്ളത് ലോകം ആരും അറിയില്ല. അവിടെ ഒരു വൻകരയുള്ളത്. നാരദൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ആളാ, പക്ഷെ അമേരിക്ക പോയിട്ടില്ല. കാരണം നാരദന്റെ കഥ എഴുതുന്ന കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമുള്ള അറിയില്ല ആർക്കും. അതാണ്. മറ്റൊന്ന് നോക്കൂ, ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തങ്ങളും അഷ്ടാദശ പുരാണങ്ങളും എഴുതിയ കാലമേതാ? കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലത്ത് ഓടലെണ്ണയുടെ വെളിച്ചത്തിൽ ഗുഹയ്ക്കകത്ത് ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോദ്ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട്. അവരുടെ ചൈതന്യമല്ലേ നമ്മുടെ ദർശനം. അന്ന് എഴുതിയ സാധനം ഇന്ന് എഴുതിയെങ്കിൽ 100 നോബൽ സമ്മാനം കിട്ടും, ഇല്ലേ? അത്രയും മഹത്തായ കൃതികൾ. മഹാഭാരതത്തിൽ 1,64,000 ശ്ലോകമുണ്ട്. ഏതാണ്ട് ഒരു 10-20,000 കഥാപാത്രങ്ങളുണ്ട്. 20,000 പേരുണ്ടാക്കേണ്ട പണി എത്രയാ? ഇപ്പം നമ്മളെ നാട്ടിൽ 2 മക്കൾക്ക് മാത്രം പേരിടാൻ വേണ്ടി കണ്ട നെറ്റ് തപ്പുക, കണ്ട ആളോടെല്ലാം ചോദിക്കുക. അന്നേരാണ് 20,000 ആളുകൾ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചില്ലേ? ചെറിയ ബുദ്ധിയാ? ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പായി പോവാതെ, പരസ്പര വിരുദ്ധമാവാതെ കൃത്യമായി എഴുതി ഒപ്പിച്ചില്ലേ ഇതൊക്കെ? ദ്വീപിൽ ജനിച്ച കൃഷ്ണൻ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ, കറുത്തവനാണ് കൃഷ്ണൻ. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് കൃഷ്ണദ്വൈപായനൻ എന്ന് പറയും. ഇയാൾ ഈ വേദങ്ങളെന്ന് ആരും തന്നെ എഴുതി വെക്കാറില്ല, എല്ലാം ചൊല്ലിപ്പഠിക്കുക. വേദം പഠിപ്പിക്കുന്നത് എങ്ങനെയാ? എഴുതിയിട്ടല്ല, ഓതിയിട്ടാ. അതുകൊണ്ട് വേദങ്ങളെ പഠിപ്പിക്കുന്ന ആളെ ഓദിക്കെന്നാ പറയാ, എഴുതിക്കനല്ല. ഓതിയിട്ടാണ് വേദം പഠിപ്പിക്കുക. ഈ വേദങ്ങൾ ചൊല്ലുമ്പോൾ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ ചിലത് മറന്നുപോയ കാര്യം വിട്ടുപോകും, ലുപ്തങ്ങളുണ്ടായി. ചിലയാൾക്ക് വായക്ക് തോന്നിയ കോതക്ക് പാട്ട് കൂട്ടിച്ചേർത്തു, പ്രക്ഷിപ്തങ്ങളുണ്ടായി. വേദങ്ങളിൽ പ്രക്ഷിപ്തങ്ങളും ലുപ്തങ്ങളും ഉണ്ടായി. വേദത്തിന്റെ മൂല്യം നഷ്ടപ്പെട്ടു പോയി. കുറേ കൂട്ടിച്ചേർക്കുമല്ലോ, നമ്മളങ്ങനെയല്ലേ? ചില പാട്ട് പാടുമ്പല്ലോ ചില വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും പാടില്ലേ, അല്ലേ? എന്തോ കൂട്ടിപ്പാടും. എൻ്റെ SLCക്ക് പഠിച്ച എൻ്റെ കൂട്ടത്തിലുള്ള ടീമെല്ലാം കൂടി കുടകിൽ ഒരു ടൂർ പോയി. ടൂർ പോകുമ്പോൾ ബസ്സിൽ ഇടത്ത് സൈഡും വലത്ത് സൈഡും ഉള്ളവർ അന്താക്ഷരി മത്സരം. സിനിമാ പാട്ടിൻ്റെ ആദ്യത്തെ വരി പാടും, അവസാനത്തെ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് അടുത്ത ടീം പാടണം. അന്താക്ഷരി മത്സരം നടത്തി. കാലപ്പഴക്ക് എൻ്റെ ടീമിന് നാന്ന് തുടങ്ങുന്ന അക്ഷരമാണ് പലതവണ വന്നത്. നാ എന്ന് തുടങ്ങുന്ന പാട്ട് നമുക്കറിയുന്നെല്ലാം പാടി. ഇനി നാ വന്ന് നമ്മൾ കുടുങ്ങും. അപ്പോൾ പിന്നെയും മത്സരം നടന്നു കൊടുക്കുമ്പോൾ അത് അടക്ക് നാ തന്നെ നമുക്ക് വന്നു. ഇനി നാലിൽ തുടങ്ങുന്ന ഒരൊറ്റ പാട്ട് ആർക്കും ഓർമ്മയില്ല. അപ്പോൾ നമ്മളിപ്പോൾ തോക്കും. മറ്റേ ടീം പറഞ്ഞു സമ്മതിക്കൂ, തോറ്റോ. ഞാൻ ഒറ്റ പാട്ട്. അപ്പോൾ നട്ടപ്പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി നമ്മൾ ജയിക്കുകയും ചെയ്തു. വെറും പാതിരാവായി എന്ന് മാത്രമേ ഉള്ളൂ. നട്ട ഞാൻ കൂട്ടിയതാ, പക്ഷെ ആ പൊട്ടന്മാർക്കത് മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ വേദങ്ങളിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുണ്ടാവും, അല്ലേ? കൂട്ടിച്ചേർക്കലുണ്ടാവും. അങ്ങനെ മൂല്യം നഷ്ടപ്പെട്ട വേദങ്ങളെ മുഴുവൻ എത്രയായിരക്കണക്കിന് മനുഷ്യരുടെ അടുത്ത് പോയിട്ട് മുഴുവൻ പഠിച്ച് അത് എഴുതി വെച്ച് സമ്പാദിച്ചു. എന്നിട്ട് അതിലെ തകരാറുകൾ, ലുപ്തങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രക്ഷിപ്തങ്ങൾ ഒഴിവാക്കി എഡിറ്റ് ചെയ്തു, സംശോധനം നടത്തി. എന്നിട്ട് അത് ഒരു സമാന ശ്ലോകങ്ങളെ 4 പാർട്ടാക്കിയിട്ട്, ഋക്ക്, യജുസ്, സാമം, അഥർവം 4 പാർട്ടാക്കിയിട്ട് എഴുതി വെച്ചു. ഈ സമ്പാദനം, സംശോധനം, പ്രസാധനം, ഈ 3 വാക്കിന് കൂടി ഒറ്റ വാക്ക് സംസ്കൃതത്തിലുണ്ട്, വ്യസിച്ചവൻ. അതാണ് വേദവ്യാസൻ. മനസ്സിലായോ? എന്തൊരു എഫർട്ടായിരുന്നു അത്. ഇന്നാണെങ്കിൽ 100 ഡോക്ടറേറ്റ് കൊടുക്കുമായിരുന്നു. 100 ഡോക്ടറേറ്റ് ഒരുമിച്ച് കൊടുക്കേണ്ട കേസാണ് വ്യാസൻ ചെയ്തത് ഒറ്റക്ക്.